ഇഷ്ടപ്പെട്ട മെട്രിക്സിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2/3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജനറൽ ഇക്വേഷനും തന്നിട്ടുണ്ട് അല്ലേ. 2/3 മെട്രിക്സ് 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോയിനെയും 3 റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോളത്തെയുമാണ്. അതനുസരിച്ച് നമുക്കൊരു മെട്രിക്സ് ഉണ്ടാക്കാം. അന്നേരം നമ്മൾ A = 2/3 മെട്രിക്സ് 2 റോസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ A11 A12 A13 അടുത്തത് A21 A22 A23 അതായത് 2 റോസ് 3 കോളംസ് 2 റോ 3 കോളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ ഫോർമുല നമുക്ക് എടുത്തെഴുതാം. AIJ = എന്ത് വരും? 2i - 2j ആണ്. അങ്ങനെയാണെങ്കിൽ A11 നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. A11 = iയുടെ സ്ഥാനത്തും 1 jയുടെ സ്ഥാനത്തും 1. അന്നേരം എന്ത് വരും? 2 × 1 - 2 × 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതേ പ്ലേസിൽ മെട്രിക്സും കൂടെ എഴുതി പോകാം. A11 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. എന്തെന്ന് കിട്ടി? 0 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ A12 കണ്ടുപിടിക്കാം. A12 = i1 j എന്ന് പറയുന്നത് എന്ത് വരും? 2 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 2 - 4 = -2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ A12ൻ്റെ സ്ഥാനത്ത് നമ്മൾ -2 എന്ന് കൊടുത്തു. ഇനി A13 കണ്ടുപിടിക്കാം. A13 കണ്ടുപിടിക്കുമ്പോൾ i എന്ന് പറയുന്നത് 1 -2 × j എന്ന് പറയുന്നത് 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 - 3 6. അങ്ങനെയാണെങ്കിൽ 2 - 6 -4 നമ്മളിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു -4 എന്ന്. ഇനി നമുക്ക് A21 കണ്ടുപിടിക്കാം. A21 = i2 j1. അങ്ങനെയാണെങ്കിൽ 2 × 2 - 2 × 1. അങ്ങനെയാണെങ്കിൽ 4 - 3 = നമുക്ക് എന്തെന്ന് കിട്ടും? 1. അന്നേരം നമുക്കിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1. ഓക്കെ, ഇനി അടുത്തത് A22 കൊടുക്കുമ്പോൾ 2 × 2 - 2 × 2. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2 - 2 4 4 - 4 = 0. ഈ പ്ലേസ് എന്ത് വരും? 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് A23 കണ്ടുപിടിക്കാം. A23 കണ്ടുപിടിക്കുമ്പോൾ 2 × 2 - 2 × 3 എന്ന് വരും. 2 × 3 അങ്ങനെയാണെങ്കിൽ 2 × 2 4 4 - 6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -2 എന്ന ആൻസർ കിട്ടി. അന്നേരം ഇവിടെ -2 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ 2 റോസ് 3 കോളംസ് 2/3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു.